യെസ്, ടൈം വർക്കിൽ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റമിലെ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡൗട്ട് വന്നതാണ്, നോക്കാം. എക്സാമിൻ്റെ നെയിം കൂടെ അടുത്ത വട്ടം ഇടുക കേട്ടോ. യെസ്, ഇവിടെ നോക്കേ. പൈപ്സ് എ ആൻഡ് ബി ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 hours ആൻഡ് X hours റെസ്പെക്റ്റീവ്ലി. പൈപ്പ് സി alone can empty the full tank in 15 hours. When all the 3 pipes are opened simultaneously for 8 hours, 60% of the tank can be filled. In how many hours can pipe B and C together empty 2/5 of the tank? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ടൈം വർക്കിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ എയിലെ ബാച്ചിൽ പോവുക, 2 ക്ലാസ്സിൽ കാണുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പൈപ്പ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അതുപോലെ എയും ബിയും സിയുടെയും കാര്യവും അവർ പറയുന്നുണ്ട്. അപ്പോൾ പൈപ്പ് ബിയുടെ എക്ക് എത്ര സമയം എടുക്കും? 10 മണിക്കൂർ എടുക്കും. ബിയുടെ കാര്യം നമുക്ക് എക്സ് എന്ന് തന്നിട്ടുണ്ട്. സിക്ക് എം ടി യു ആണ്, -15 മണിക്കൂർ എടുക്കും എം ടി ചെയ്യാൻ ടോട്ടലിനെ. ഇനി ഇവിടെ തന്നിട്ടുള്ള A+B+C ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിയുടെ എഫിഷ്യൻസി കിട്ടത്തുള്ളൂ. കാര്യം ബി എ നമുക്ക് എന്ത് വേണം? ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ വെൻ ഓൾ ദ 3 pipes are opened simultaneously for 8 hours, 60% ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യും. അതായത് ടോട്ടൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ടി ആണെങ്കിൽ അതിൻ്റെ 3/5, 60% 3/5ന് 8 മണിക്കൂർ എടുക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തെടുക്കും? ടോട്ടൽ കപ്പാസിറ്റി, ടോട്ടൽ ടാങ്കിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി എത്ര എടുക്കും? 8 × 5 40/3. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം 60% വേണ്ടി എത്രയാണ്? 60% ഫില്ലാവാൻ 8 മണിക്കൂറാണ്. എന്നാൽ 100% അതിൻ്റെ ടോട്ടലാണ് 5/3. അപ്പോൾ 40/3 മണിക്കൂർ എടുക്കും. ഇപ്പോൾ LCM എടുക്കാൻ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണെന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ വർക്കിനെ നമുക്ക് എത്ര കൊടുക്കാം? 10ൻ്റെയും 15ൻ്റെയും 40ൻ്റെയും LCM എത്രയാണ്? 10ൻ്റെയും 15ൻ്റെയും 40ൻ്റെയും LCM നമുക്ക് 120 കൊടുക്കാം. അപ്പോൾ 120 LCM ആണെങ്കിൽ LCMൻ്റെ ഒക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണുക കേട്ടോ. അപ്പോൾ 120/10 12. ഇവിടെ നമുക്ക് എക്സ് അറിഞ്ഞുകൂടെ, നമുക്ക് നോക്കാം. 15 -8. ഇവിടെ 120/40/3. 40/3 എന്ന് പറയുമ്പോൾ 3 × 3 9. 120/40 3, 3 × 3 9. അതായത് 12 കൂടെ എന്തോ കൂട്ടിയിട്ട്, എന്തുവാണ്? ആഡിയാണ്. എന്തോ കൂട്ടിയിട്ട് 8 കുറയ്ക്കുമ്പോൾ 9 കിട്ടും. അതായത് 12 + x = ഇതങ്ങ് അപ്പുറത്ത് പോകും. -8 അപ്പുറത്ത് പോകും. 17, 12, 5. ഇവിടെ 5 വന്നാൽ മാത്രമേ 17 - 8 9 വരത്തുള്ളൂ. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. 1 മണിക്കൂറിൽ 5 യൂണിറ്റ് എന്ത് ചെയ്യും? വെള്ളം കയറ്റും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ബി ആൻഡ് സി ടുഗദർ empty 2/5 ഓഫ് ദ ടാങ്ക്. 2/5 എന്ന് പറഞ്ഞാൽ എത്ര? 120ൻ്റെ 2/5 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 48ആണ്. 24 × 2. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോർമലായി പോകും. ഓക്കെ, 48. അപ്പോൾ 48 ഡിവൈഡ് ബൈ ആരൊക്കെയാണ് ചെയ്യുന്നത്? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ബിയും സിയും. ബിയും സി എഫിഷ്യൻസി എത്ര? 5 - 8. അതായത് -3 വെച്ച് എന്ത് ചെയ്യും? കുറയും. അതായത് 16 മണിക്കൂർ എടുക്കും എന്ത് ചെയ്യാൻ? ഇവർ എം ടി ആക്കാൻ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇനി ഇത് ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, ഫാസ്റ്റായിട്ട് ചെയ്യാം. 10x - 10 ഇത് എഴുതണം. എഫിഷ്യൻസി കണ്ടുപിടിച്ചു, കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ 2/5 എന്നൊക്കെ പറഞ്ഞാൽ 120/5 24, 24 × 2 48. 48 ഡിവൈഡ് ബൈ -3 -16 എം ടി ആണ്. ഇവിടെ വരെ എഴുതുക, താഴോട്ടുള്ളതൊന്നും എഴുതണ്ട. മാക്സിമം സ്പീഡിൽ എഴുതാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.